Hi, good morning students. Welcome back to science class, standard 7 students. Today we are going to study the remaining part of the lesson 17, forest is our lifeline. Okay, our first step is deforestation. What is the meaning of deforestation? The excessive cutting of forest and trees is called the deforestation. Okay, the number of trees that are being cut is usually for more than a forest can grow naturally. Naturally ആയിട്ട് വളരുന്നേക്കാട്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അത് എന്തിനു കാരണമാകും? ഡീഫോറസ്റ്റേഷൻ അല്ല വനനശീകരണം ഒക്കെ പറയും. ഓക്കെ, ദിസ് റിസൾട്ട് ഇൻ ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, ഇപ്പൊ എന്തിനൊക്കെയാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ സാധാരണ മനുഷ്യർ ചെയ്യുന്നത്? The deforestation takes place for clearing forest land for cultivation. അല്ലേ, നമുക്ക് വേറെ കൾട്ടിവേഷൻ നടത്താൻ വേണ്ടി. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്, റോഡ്, ഡാം ഒക്കെ ഇതൊക്കെ പണിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നു. ഓക്കെ, ഇനി ഡീഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ 216. ഓക്കെ, ലാസ്റ്റ് പിക്ചർ കണ്ടോ? ഫ്ലഡ് ആണല്ലേ, വെള്ളപ്പൊക്കം. എന്താണ്? മരങ്ങളുടെ ഇതെല്ലാം അവസ്ഥ നശിക്കുന്നു, മണ്ണ് ഒഴിച്ചു പോകുന്നു. ഇത് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കപ്പുകൾ ഉണ്ടാകുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം എർത്തിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ 3-4 പിക്ചറാണ് അവിടെ കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു ഫസ്റ്റ് ഈസ് ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണമാകുന്നു. നെക്സ്റ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ, നമുക്കറിയാം ചൂട് കൂടുമ്പോഴത്തേനും അതാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ്. പിന്നെ എൻഡേഞ്ചേർഡ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് നശിക്കുമ്പോൾ അവിടെയുള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ എൻഡേഞ്ചേർഡ് ആയിട്ട് പോകുന്നു. പിന്നെ ലോ ഷെൽട്ടർ ഫുഡ് ഓഫ് മെനി ആനിമൽസ്. മെനി ആനിമൽസ് എവിടെ ഫോറസ്റ്റ് കടപ്പാവുകൾക്ക് ഷെൽട്ടർ ഫുഡുകളൊക്കെ ഇല്ലാതെ പോകുന്നു. ഓക്കെ, അപ്പൊ ഡീഫോറസ്റ്റേഷൻ കോസസ് ദാറ്റ് ലീഡ് ടു ഫ്ലഡ്, ഗ്ലോബൽ വാർമിംഗ്, endangered to environment, low shelter of and food of many animals. Okay, each forest disappear, the amount of carbon dioxide in air will increase, resulting in the increase of earth temperature. Second, in the absence of trees and plants, the animal will not get food and shelter. Third one, in the absence of trees, the soil will not hold water, which will cause flood. Floodine കാരണമാകുന്നു. Fourth, deforestation will endanger our life and environment. Okay, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? Think what we can do to preserve our forest. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആനിമൽസ് ഹെൽപ്പിംഗ് ഗ്രോ. അപ്പോൾ ആനിമൽസ് നമുക്കറിയാം ഫോറസ്റ്റിൽ മെനി ആനിമൽസ് ഉണ്ട്. അവ എന്തിനെ സഹായിക്കുന്നു? പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്കും റീജനറേഷനും സഹായിക്കുന്നു. ഓക്കെ, several beetles and grubs were feeding on the heap of animals and a bunch of seedlings was sprouting. Okay, sprouting എന്ന് പറഞ്ഞാൽ മുളയ്ക്കുകയെന്നൊക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം ആനിമൽസ് മെനി ബീറ്റിൽസും ഗ്രബ്സും ഒക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ഇനം മുളപ്പിക്കാനത് സഹായിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ ഉണ്ട്. ഒരു സാപ്ലിംഗ് ഓൺ എ വോൾ. ഒരു ഭിത്തിയിൽ ഒരു ചെറിയൊരു തൈ ഉണ്ടോ? സാപ്ലിംഗ് തൈ ഉണ്ടല്ലേ. ഓക്കെ, ഇത് എങ്ങനെയായിരിക്കും അവിടെ വന്നില്ല അവിടെ കൊണ്ട് നട്ടതാണോ? അല്ല. അപ്പം അവിടെ എന്തെങ്കിലും ഒരു ഹീപ്പ് ഓഫ് ആനിമൽസ് ഡ്രോപ്പിംഗ് അല്ലേ, സെവറൽ. അപ്പം നമുക്കറിയാതെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ആനിമൽസോ അല്ലെങ്കിൽ ഒരു ബേർഡ്സോ എന്തെങ്കിലും ഒരു സീഡ് എടുത്ത് അല്ലെങ്കിൽ അത് ഭക്ഷിച്ചിട്ട് അത് എങ്ങനെയല്ല അവിടെ കൊണ്ട് റിമൂവ് ചെയ്തതായിരിക്കും. അപ്പോൾ അവിടെ എന്ത് പുതിയ ചെടി അവിടെ ഗ്രോത്ത് ആയിട്ട് വന്നു. അപ്പോൾ several beetles and grubs were feeding on a heap and a bunch of seedling was sprouting. These seedling are of the herb and shrub.
The animals also disperse the seed of certain plants and help the forest to grow and regenerate. പിന്നെ നമുക്കറിയാം the decaying animal dung also provides nutrients to the seedlings to grow. Okay, അപ്പോൾ നമുക്കറിയാം ഡെഡ് ആൻഡ് ഡീക്കേ ആയിട്ടുള്ള ആനിമൽസിന്റെ അത് എന്തിനാ ന്യൂട്രിയൻസ് ആയിട്ട് അല്ലെ പുതിയൊരു പ്ലാന്റിന് ന്യൂട്രിയൻസ് ആയിട്ട് അത് യൂസ് ആയിട്ട് വരും. Animals help in growing and regenerating forest in many ways. Animals work as the cleaning agent in the forest. First ഏതായിരിക്കും cleaning agent in the forest. പിന്നെ microorganisms work on dead bodies of plants and animals and degenerate them. Next, animals also help in pollination. Pollination which help in growing a number of plants. Next, herbivores help the carnivore to grow as they serve as food for them. Okay, so first നമ്മൾ ഏതൊക്കെയാണ് ക്ലീനിങ് ഏജന്റ്, പിന്നെ മൈക്രോഓർഗാനിസം ഡെഡ് ബോഡീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഡീജനറേറ്റ്, പിന്നെ ഹെൽപ്സ് ഓഫ് പോളിനേഷൻ. Okay, understand? What are the importance of forest? ഇനി ഇമ്പോർട്ടൻസ് എന്താണ് ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഫോറസ്റ്റ് the plants give out the oxygen through the photosynthesis. Okay, അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ ഫോട്ടോസിന്തസിസിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെ ഫോട്ടോസിന്തസിസ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അപ്പം ആ ഒരു ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും ബാലൻസ് നിലനിർത്തുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഫോറസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൊട്ടക്ട് സോയിൽ, പിന്നെ നെക്സ്റ്റ് ഈസ് എ ഗുഡ് റെയിൻഫോൾ അല്ലേ? മഴ കാടുകളൊക്കെ നിൽക്കുന്നിടത്ത് ധാരാളം മഴ പെയ്യുന്നത് നമുക്കറിയാം അല്ലേ, നെയ്ബറിംഗ് പ്ലേസസിൽ ഒക്കെ. അപ്പം ഗുഡ് റെയിൻഫോൾ. പിന്നെ നമുക്ക് ഫോറസ്റ്റിൽ എന്തൊക്കെ കിട്ടും? മെഡിസിനൽ പ്ലാന്റ്, ഫ്രൂട്ട്സ്, ഫോഡർ, ഗം, വാക്സ്. പിന്നെ മെനി ആനിമൽസിന്റെ ഷെൽട്ടർ ഒക്കെ ഏതായിരിക്കും? ട്രീസ് ഒക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പം മെനി ഇമ്പോർട്ടൻസ് ആണ് ഇത് ഫോറസ്റ്റിന് ഉള്ളത്. You see this picture. This picture shows the forest help in the controlling flood and maintain steady supply of water. The uppermost layer of the forest canopy, okay, canopy intercepts the flow of raindrops and most of water comes down through the branches and the stem of the trees. From leaves it drips slowly over branches of the shrubs and herb. അല്ലേ? ഇത്ര ഈ കനോപ്പി ഉള്ളത് കൊണ്ട് സ്പീഡ് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വരുമോ? ഇല്ല, അത് പയ്യെ താഴോട്ട് വന്നിട്ട് പിന്നെ ആ ഷ്രബിലേക്ക് ഹെർബിലേക്കൊക്കെ വരുന്നു. ഓക്കെ, ഇനി ദസ് ഫോറസ്റ്റ് ആക്ട് ആസ് എ നാച്ചുറൽ അബ്സോർബർ ഓഫ് റെയിൻ വാട്ടർ ആൻഡ് അലൗസ് ഇറ്റ് ടു സീപ്പ്. കണ്ടോ, ദ റൂട്ട് സിസ്റ്റം ഹെൽപ്സ് വാട്ടർ ടു സീപ്പ് ഡൗൺ ഇൻ ദ ground. Okay, it helps the maintain the water table throughout the year. In this way, the forest help in controlling flood and maintain steady supply of water. പിന്നെ നമുക്കറിയാം ട്രാൻസ്പിറേഷനിലും ഇവാപ്പറേഷനിലും ഏത് വാട്ടർ പോകുന്നുണ്ടല്ലേ? അപ്പം അങ്ങനെയും ആ വാട്ടറിൻ്റെ ഒരു അളവ് കുറയുന്നു, ക്വാണ്ടിറ്റി കുറയുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഫ്ലഡ് ഇവിടെ ഫോറസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ ദ കൺട്രോളിങ് ഫ്ലഡ് ആൻഡ് മെയിൻറ്റെയിൻ സപ്ലൈ ഓഫ് വാട്ടർ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? താങ്ക് യു. ടുഡേ ക്ലാസ് ഈസ് ഓവർ. ദിസ് പോർഷൻ completed. You all are study well. Thank you.